നമ്മൾ എന്തൊക്കെ ഇനങ്ങൾക്കാണ് വില കുറയുക എന്നൊക്കെ നേരത്തെ വിശദമായി നോക്കി. ഇനി ഏതൊക്കെ വിഭാഗങ്ങളാണ് വിലക്കയറ്റം ബാധകമാവുക എന്ന് നോക്കാം. ആ വിവരങ്ങളാണ് പ്രേക്ഷകരെ കാണിക്കുന്നത്. അതായത് 7500 രൂപയ്ക്ക് മുകളിലുള്ള ഹോട്ടൽ റൂമുകൾ, അതിന് പഴയത് 12% GST എങ്കിൽ ഇനി പുതുക്കിയത് പ്രകാരം 18% നികുതി എന്നാണ്. 7500 രൂപയ്ക്ക് മുകളിലുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണക്കാരൊന്നും 7500 രൂപയുടെ ഹോട്ടൽ മുറികളൊന്നും സാധാരണഗതിയിൽ എടുക്കാറില്ല. അതുകൊണ്ട് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പ്രത്യേകം ഓർക്കുക. 18% പുതുക്കിയത്. ഇനി ലോട്ടറിക്ക്, അതായത് പുതുക്കിയ പ്രകാരം 40% GST. പഴയത് 28% എന്നാൽ അത് 40% വർദ്ധിപ്പിച്ചു. പക്ഷേ ലോട്ടറി ടിക്കറ്റിൻ്റെ വില വർദ്ധിപ്പിക്കില്ല. ഒപ്പം ചെയ്തിരിക്കുന്നത് പ്രൈസുകളുടെ എണ്ണം കേരളത്തിലൊക്കെ കുറച്ചിരിക്കുന്നതാണ്. 5000 തുടങ്ങിയ പ്രൈസുകളൊക്കെ ഉള്ളതിൻ്റെ എണ്ണം കുറച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇനി വില കൂടുന്ന മറ്റ് ഇനങ്ങൾ നോക്കാം. ഈ കാർബണേറ്റഡ് പാനീയങ്ങളുണ്ട്. അത് പഴയ വില എന്നത് 28% അത് പുതുക്കിയത് 40%. വലിയ തോതിൽ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് കാർബണേറ്റഡ് പാനീയങ്ങൾക്ക്. ഇനി 2500 മുകളിലുള്ള ഡ്രസ്സുകൾ, പഴയ നികുതി എന്നത് 12% പുതിയത് 18%. അപ്പോൾ 2500 മുകളിൽ ഉള്ളതിന് കുറച്ചുകൂടി കൂടുതൽ വില നമ്മൾ നൽകേണ്ടി വരും. നിലവിൽ തന്നെ നമുക്കറിയാം വലിയ ബ്രാൻഡുകൾ, സ്റ്റുഡിയോ, ട്രെൻഡ്സ്, മാക്സ്, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ വളരെ വില കുറഞ്ഞ രീതിയിലുള്ള, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയ രീതിയിലുള്ള വസ്ത്രങ്ങൾ വിൽക്കുന്ന ശൃംഖലയുണ്ട്. ഓൺലൈനിലും ഒക്കെ ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ടും ഈ 2500 മുകളിലൊക്കെ ഷർട്ടോ ഉടുപ്പോ ഒക്കെ വാങ്ങുന്നവർക്കാണ് ഇതും ബാധകമാവുക. 499 രൂപയ്ക്കും നല്ല ഷർട്ടും നല്ല ഡ്രസ്സുകളും ഒക്കെ കിട്ടുന്നത് ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചും വലിയ ആകുലപ്പെടേണ്ട വിഷയമില്ല.